ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആഗോളതലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യയുടെ നയങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പല രാജ്യങ്ങളുടെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ അധികമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏഷ്യൻ പാരാ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗിന് ഇരട്ട സ്വർണം. വിംബിൾഡൺ ടെന്നീസ് പുരുഷ മിക്സഡ് ഡബിൾസിൽ യുകി ഭ്രാംപ്രി റോബർട്ട് ഗലോവി സഖ്യം ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. ആഗോളതലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യയുടെ നയങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. കളമശ്ശേരിയിൽ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. One thing which I am very fundamental is that we must have courage to confront problems. We must not rush like failures. We must always remember we belong to a nation that has to define global. We have to be architects of a world that lives in peace and harmony. We must have first courage to confront uncomfortable truths within our own institutions. I take you as part of judiciary. Judiciary in our country commands immense trust. People believe in judiciary like no other institution. രാജ്യത്തിന്റെ ഭാവിക്ക് ഊർജം പകരുന്നത് യുവജനങ്ങളാണ്. ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ മികച്ച സംഭാവനകൾ നൽകിയ നിരവധി വ്യക്തിത്വങ്ങൾ കേരളത്തിൽ നിന്നുള്ളവരാണെന്നത് അഭിനന്ദനാർഹമാണെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ ആർ ബിന്ദു, പി രാജീവ് തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം ഉപരാഷ്ട്രപതിയുടെ ഗുരുവായൂർ ദർശനം തടസ്സപ്പെട്ടു. മോശം കാലാവസ്ഥയെ തുടർന്ന് ഗുരുവായൂരിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാതെ വന്നതോടെ അദ്ദേഹം കൊച്ചിയിലേക്ക് മടങ്ങുകയായിരുന്നു. കാലാവസ്ഥ അനുകൂലമായാൽ പിന്നീട് വീണ്ടും ദർശനത്തിനെത്തുമെന്നാണ് വിവരം. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന സമാധാനവും സുരക്ഷയും എന്ന സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കെതിരെ വളർന്നുവരുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് ഭീകരവാദമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 17ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച് പ്രഖ്യാപനവും പുറത്തിറക്കി. അടുത്ത വർഷം ഇന്ത്യ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിനാൽ പ്രധാനമന്ത്രിയുടെ ബ്രസീൽ സന്ദർശനത്തിന് പ്രാധാന്യം കൂടുതലാണെന്ന് സാമ്പത്തിക കാര്യ സെക്രട്ടറി ദമ്മു രവി. 21ാം നൂറ്റാണ്ടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ കാലാനുസൃതമായ പരിവർത്തനം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ ആവശ്യപ്പെട്ടതായി ശ്രീ ദമ്മു രവി മാധ്യമങ്ങളോട് പറഞ്ഞു. ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാനിയൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അരക്ചിയുമായി കൂടിക്കാഴ്ച നടത്തി. സംഭാഷണത്തിൽ അടുത്തിടെയുണ്ടായ സംഘർഷങ്ങളെക്കുറിച്ച് പരാമർശിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി വ്യാഴാഴ്ച പരിഗണിക്കും. വോട്ടർ പട്ടികയുടെ അവലോകന രീതിയും സമയവും സംബന്ധിച്ച് കമ്മീഷന്റെ നീക്കത്തെ ചോദ്യം ചെയ്തുള്ളതാണ് ഹർജികൾ. അതേസമയം ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരണം വോട്ടർമാരുടെ പൂർണ്ണ സഹകരണത്തോടെ സുഗമമായി നടത്തിവരികയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അനർഹരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി ജൂൺ 24-നാണ് വോട്ടർ പട്ടിക പരിഷ്കരിക്കൽ പ്രക്രിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. 1999 കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ക്യാപ്റ്റൻ വിക്രം ബത്രയുടെ ചരമവാർഷികത്തിൽ രാഷ്ട്രം ഇന്ന് അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ സമാനതകളില്ലാത്ത ധീരതയും ത്യാഗവും രാഷ്ട്രസേവനത്തിന്റെ മഹത്തായ ഉദാഹരണമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മരണാനന്തരം ക്യാപ്റ്റൻ ബത്രയ്ക്ക് പരംവീർ ചക്ര നൽകി രാജ്യം ആദരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പല രാജ്യങ്ങളുടെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ അധികമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പ്രതിരോധ ബജറ്റിന്റെ മൂലധന ചെലവ് പൂർണ്ണമായും വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഡിഫൻസ് അക്കൌണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച കൺട്രോളേഴ്സ് കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. इसलिए मैं आप सबसे यह बात कहना चाहूँगा, आप जब अकाउंट्स डिपार्टमेंट के लिए काम कर रहे हैं तो इसे सिर्फ एक काम की तरह मत देखिए, बल्कि एक विरासत के रूप में इसे देखिए. अकाउंट्स भारत का स्वदेशी फ्रेमवर्क है, आज से नहीं है, हजार वर्षों से अकाउंट्स भारत के डीएनए में है. പ്രതിരോധ വ്യവസായത്തിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യം എത്രയും വേഗം രാജ്യം കൈവരിക്കുമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. നിപ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിൽ കനത്ത ജാഗ്രത തുടരുന്നു. മക്കരപ്പറമ്പ്, കൂട്ടിലങ്ങാടി, കുറുവ, മങ്കട പഞ്ചായത്തുകളിലെ 20 വാർഡുകളാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ. മാസ്ക് ധരിക്കണമെന്നും കൂട്ടം കൂടുന്നത് ഒഴിവാക്കണമെന്നും കർശന നിർദ്ദേശമുണ്ട്. കൂടുതൽ ICU ഐസൊലേഷൻ സൌകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബ്രസീലിൽ നടന്ന ബ്രിക്സ് യോഗത്തിൽ അമേരിക്കയുടെ തീരുവ വർധനയെ അംഗരാജ്യങ്ങൾ അപലപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രസ്താവന. ഏഷ്യൻ പാരാ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ലോക 1-ാം നമ്പർ താരം ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗിന് ഇരട്ട സ്വർണം. ഇതോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ രണ്ടാമതെത്തി. ചൈനയാണ് ഒന്നാമത്. വനിതകളുടെ കോമ്പൌണ്ട് ഇനത്തിൽ ഇന്ത്യയുടെ ശീതൽ ദേവി, ജ്യോതി എന്നിവരും സ്വർണം നേടി. ഇന്ത്യ 3 വീതം സ്വർണവും വെള്ളിയും വെങ്കലവുമാണ് സ്വന്തമാക്കിയത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷന്മാരുടെ മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ യൂക്കി ഭാംബ്രി റോബർട്ട് ഗാലോവി സഖ്യം ഇന്നിറങ്ങും. ഇന്നലെ നടന്ന മിക്സഡ് ഡബിൾസിൽ ഭാംബ്രി സിയാങ് സിംഗ്സു സഖ്യം ചൈനീസ് സഖ്യത്തോട് പരാജയപ്പെട്ടു. അതേസമയം കാർലോസ് അൽക്കാരസ്, അറീന സബലങ്ക എന്നിവർ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ നടന്ന ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി 2-ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ 336 റൺസിന് പരാജയപ്പെടുത്തിയ ഇന്ത്യ ചരിത്ര വിജയം നേടി. ഇതോടെ പരമ്പര 1-1 സമനിലയിലായി. ലോർഡ്സിലാണ് 3-ാം ടെസ്റ്റ്. എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യയുടെ ആദ്യ ടെസ്റ്റ് വിജയമാണിത്. മുൻപ് എഡ്ജ് ബാസ്റ്റണിൽ കളിച്ച 8 ടെസ്റ്റുകളിൽ 7ഉം ഇന്ത്യ തോറ്റിരുന്നു. 1986-ൽ കളിച്ച ഒരു മത്സരം മാത്രമാണ് ഇന്ത്യയ്ക്ക് സമനിലയിലാക്കാൻ കഴിഞ്ഞിരുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നതായി മെഡിക്കൽ ബുള്ളറ്റിൻ. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കർണാടക തീരത്ത് മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. നാഗാലാൻഡിൽ ശക്തമായ മഴ തുടരുന്നു. കനത്ത മഴയിൽ വൈദ്യുതാഘാതമേറ്റ് 3 പേർ മരിച്ചു. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഒറ്റപ്പെട്ടു പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഡൽഹിയിൽ ഇന്നലെ പുലർച്ചെ മുതൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ റോഡ് വ്യോമ ഗതാഗതം തടസ്സപ്പെട്ടു. ഡൽഹിയിലും പരിസര പ്രദേശങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം ഹിമാചൽ പ്രദേശിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷത്തെ തുടർന്നുണ്ടായ കനത്ത മഴയും മണ്ണിടിച്ചിലും മേഘവിസ്ഫോടനവും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് നാളെ അർദ്ധരാത്രി ആരംഭിക്കും. മറ്റന്നാൾ അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. മറ്റന്നാൾ രാവിലെ രാജ്ഭവന് മുന്നിൽ 10,000 പേർ പങ്കെടുക്കുന്ന പ്രതിഷേധ കൂട്ടായ്മ സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജനറൽ കൺവീനർ എളമരം കരീം ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസസ് 62 പോയിന്റ് നഷ്ടത്തിൽ 83,376-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 18 പോയിന്റ് നഷ്ടത്തിൽ 25,448-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 400 രൂപ കുറഞ്ഞ് 72,080 രൂപയും ഗ്രാമിന് 9,010 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോളതലത്തിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യയുടെ നയങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നതായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ. ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സ്വീകരിക്കരുതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് പല രാജ്യങ്ങളുടെയും മൊത്ത ആഭ്യന്തര ഉൽപാദനത്തെക്കാൾ അധികമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ബ്രിക്സിന്റെ അമേരിക്കൻ വിരുദ്ധ നയങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏഷ്യൻ പാരാ അമ്പെയ്ത്ത് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഹർവീന്ദർ സിംഗിന് ഇരട്ട സ്വർണം. വിംബിൾഡൺ ടെന്നീസ് പുരുഷ മിക്സഡ് ഡബിൾസിൽ യൂക്കി ഭാംബ്രി റോബർട്ട് ഗാലോവി സഖ്യം ഇന്നിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.